കണ്ണൂർ മേലെച്ചൊവ്വ മേൽപ്പാലം നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം പ്രതിഷേധാർഹമെന്ന് ബിജെപി. ഗതാഗതക്കുരുക്ക് അനുദിനം രൂക്ഷമാവുകയാണെന്നും മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിയും മേൽപ്പാലം നിർമ്മിച്ചും മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. ശാശ്വത പരിഹാരത്തിന്റെ ഭാഗമായാണ് മേൽപ്പാലം നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചതും പ്രവൃത്തി തുടങ്ങിയതും. റോഡ് വീതി കൂട്ടിയാൽ മതിയെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് MLAയുടെ കണ്ടുപിടുത്തം. ഗതാഗതക്കുരുക്കിന് കാരണമാവുന്നതിൽ ഒരു പരിഹാരം മാത്രമായാണ് മുണ്ടയാട് ഭാഗത്തേക്ക് റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കണ്ണൂർ തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലാണ് മുണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുറിച്ചു കടക്കൽ ആവശ്യമായി വരുന്നത്. മുണ്ടയാട് ഭാഗത്തേക്ക് വീതി കൂട്ടിയാൽ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം ആകുമോ എന്ന് കണ്ണൂർ MLA വ്യക്തമാക്കണം. കണ്ണൂർ തലശ്ശേരി റോഡിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ മുണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുരുക്ക് ഉണ്ടാകാതെ നഗരത്തിലേക്ക് പ്രവേശിക്കാനാകൂ. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കാൻ പോയ അടിപ്പാത നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായപ്പോഴാണ് ശാശ്വത പരിഹാരത്തിനായി മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ തന്നെ കോടികൾ ചിലവാക്കി കഴിഞ്ഞു. പദ്ധതി ഉപേക്ഷിക്കുന്നതോടുകൂടി ചിലവായി പോയ പണം പാഴാകുന്നു എന്ന് മാത്രമല്ല, മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാകാതെ പോവുകയാണ്. ഗതാഗതക്കുരുക്ക് നിലനിർത്താനാണ് MLAയും കൂട്ടരും ശ്രമിക്കുന്നത്. മുണ്ടയാട് ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടിയും മേൽപ്പാലം നിർമ്മിച്ചും മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് കണ്ണൂരിൻ്റെ MLA ആയാലും മന്ത്രിയായാലും മറ്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലായാലും ആദ്യം മുതലേ അവ്യക്തതയായിരുന്നു. 4 പദ്ധതികളാണ് ഇതുവരെ വന്നത്. അതിൽ ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞത് മേലെച്ചൊവ്വയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനായിരുന്നു. കണ്ണൂർ നഗരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏതൊരാളും ഈ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. മണിക്കൂറുകളോളം റോഡിൽ അവർ കാത്തുകെട്ടി കഴിയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയായ ലൈറ്റ് സ്ഥാപിക്കാൻ, സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ അത് സ്ഥാപിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സ്ഥാപിച്ചത്. പക്ഷേ വ്യാപകമായ പരാതി വന്നു, ഡ്രൈവർമാർക്ക് സിഗ്നൽ കാണുന്നില്ല, അശാസ്ത്രീയമാണ്, അതുകൊണ്ട് പൊളിച്ചു മാറ്റി. ലക്ഷങ്ങൾ പഴയി. രണ്ടാമത്തെ പദ്ധതി എന്തായിരുന്നു? നമുക്കറിയാം, മേലെച്ചൊവ്വയിൽ എത്തുന്ന ഏതൊരാളെയും രണ്ടാമത്തെ പദ്ധതി നമുക്കറിയാം, മേലെച്ചൊവ്വയിൽ വരുന്ന ഏതൊരാളെയും സ്വീകരിക്കുന്നത് ഒരു വലിയ ആൽമരം. അവിടെ എത്തുന്ന ഏതൊരാൾക്കും വലിയ തണലേകുന്നൊരു മരം. ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ പുഷ്പിച്ച് നിൽക്കുന്ന ആൽമരം, ചുവന്ന പുഷ്പങ്ങളായിരുന്നു. അത് നമുക്ക് താണ കഴിഞ്ഞാൽ കണ്ണോത്തുംചാൽ എത്തുമ്പോൾ തന്നെ ആ മരങ്ങളെ നമുക്ക് കാണാം. നന്ദിലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആളുകൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള മരത്തെ മുറിച്ച് മാറ്റി.